ലോകത്തിലെ ഏറ്റവും വിചിത്രമായ 3 കാറുകൾ പരിചയപ്പെടാം. ഇതിലെ അവസാനത്തെ കാർ ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇതിൽ 3-ാം സ്ഥാനം BMW ഇസൻഡ. 1950കളിൽ നിർമ്മിച്ച ഈ കാർ ബബിൾ കാർ എന്നാണ് അറിയപ്പെടുന്നത്. സൈഡ് ഡോറുകൾക്ക് പകരം നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുന്നത് പോലെ വശത്ത് നിന്നാണ് തുറക്കുക. ഈ ബബിൾ കാറിന് 12 ഹോഴ്സ് പവർ ഉള്ള ഒരു ചെറിയ എഞ്ചിനും അതുപോലെ പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററും ആയിരുന്നു. അതിശയകരം എന്തെന്നാൽ കാർ ശരിക്കും വിജയകരമായിരുന്നു. 2ാം മഹായുദ്ധത്തിൽ ശേഷം BMWന് കരകയറാൻ കാറ് മൂലം കഴിഞ്ഞു. 1,60,000 യൂണിറ്റുകളാണ് ലോകമെമ്പാടും ഇത് വിറ്റത്. ഒരു കമ്പനി യഥാർത്ഥത്തിൽ രക്ഷിച്ച ഒരു വിചിത്രമായ വിജയം. 2ാം സ്ഥാനം ലേറ്റർ റോബിൻ. 3 ചക്രങ്ങൾക്ക് പേര് കേട്ട കാർ, പുറകിൽ 2, മുന്നിൽ 1. ഈ കാർ ട്രെയിനിങ്ങിൽ പെട്ടെന്ന് മറിഞ്ഞു വീണ് പ്രസിദ്ധമായിരുന്നു. ഫൈബർ ഗ്ലാസ് ബോഡിങ്ങും ഭാരവും കുറവായിരുന്നു. കുറവുകൾ ഉണ്ടെങ്കിലും ദശലക്ഷം യൂണിറ്റുകളാണ് ഇത് നിർമ്മിച്ചത്. അതുപോലെ മിസ്റ്റർ ബീൻ ടോപ്പ് 10 പോലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് ആരാന്ന് അറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ 1ാം സ്ഥാനം ഫീൽ P50, ലോകത്തിലെ ഏറ്റവും വിചിത്രമായ കാർ. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും ചെറിയ പ്രൊഡക്ഷൻ കാർ എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇതിന് കിട്ടിയിട്ടുണ്ട്. 1960കളിൽ നിർമ്മിച്ച ഈ കാറിന് 134 സെന്റിമീറ്റർ നീളവും 109 സെന്റിമീറ്റർ വീതിയും ഇതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഭാരം വെറും 39 കിലോഗ്രാം മാത്രമായിരുന്നു. ആളുകൾക്ക് കൈകൊണ്ട് നീക്കാൻ കഴിയുന്ന അത്ര ഭാരക്കുറവ് ഈ കാറിന് റിവേഴ്സ് ഗിയർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഡ്രൈവർമാർ ശാരീരികമായി പിന്നിലേക്ക് തള്ളി 50 യൂണിറ്റുകൾ മാത്രം നിർമ്മിച്ച ഈ കാർ ഏറ്റവും അപൂർവമായ കാറുകളിൽ ഒന്നുകൂടിയാണിത്. ഇന്ന് ഈ കാർ വിറ്റുപോകുന്നത് $1,50,000 വിലക്കിലാണ്. ഏത് കാറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട